അപ്പം ഈ പ്രണയം പറയുന്നവരോട് മാത്രമാണോ അതോ എല്ലാവരെയും പേടിയാണോ? അതായത് പ്രണയപരമായോ സെക്സ് പരമായോ ഒരു പെണ്ണിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പം പേടിച്ചു പറിക്കും. ഒരു തരം ഞാൻ ഞാൻ ചത്തു പോകുന്നുള്ള തോന്നല. ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് സാർ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാനോ? അടുത്ത മാസം 5-ാം തീയതി എന്റെ കല്യാണം. പ്ലീസ് സാറിന്റെ കാല് ഞാൻ പിടിക്കാം. ഇത്രേ ഉള്ളോ? പേടിക്കണ്ട, ഇത് ഞാൻ ശരിയാക്കി തരാം. ഡോണ്ട് വറി മാൻ. അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം എന്റെ കല്യാണത്തിന് മുന്നേ ഒന്ന് ശരിയാക്കി തരാൻ പറ്റുമോ? അങ്ങനെ പെട്ടെന്നൊന്നും ശരിയാക്കാൻ പറ്റില്ല. കുറച്ച് സമയം എടുക്കും. എത്ര സമയം? ചിലപ്പോ 2-3 ആഴ്ച, ചിലപ്പോ മാസങ്ങളാവും. എനിക്ക് മാറാൻ 10 വർഷമെടുത്തു. അത് ശരി, അപ്പൊ പപ്പായമാരായിരുന്നല്ലേ? എന്നുവെച്ചാ കാണാൻ നല്ല ചേലുണ്ടാവുന്നുള്ളൂ, ഒരു ഗുണുണ്ടാവൂല. അതൊക്കെ വിടി കേട്ടാ. ചേട്ടനൊരു വഴി പറ. ചേട്ടനോ? പിന്നല്ലാണ്ട് വഴിയൊക്കെ സിമ്പിളാ. ഈ ഇംഗ്ലീഷ് അറിയാൻ പാടാത്ത കുട്ടികള് ഈസ വാസ വേറെ എന്നൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേനും ആദ്യം ഒന്ന് പേടിക്കും. പക്ഷെ ഇംഗ്ലീഷ് പഠിച്ച് ഇംഗ്ലീഷ് അടുത്തറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ മുമ്പില് ഒന്നുമല്ല. ഇപ്പൊ ഇംഗ്ലീഷ് പഠിച്ചതിന്റെ പ്രശ്നമൊക്കെ തീരൂലേ? ശിവണ്ണ എത്ര പെട്ടെന്ന് ഇംഗ്ലീഷ് ടീച്ചർ അറിയണം. എടാ വവ്വാലിനുണ്ടായവനെ ഇംഗ്ലീഷ് അല്ല അറബി പഠിച്ചാൽ പോലും ഇവന്റെ പ്രശ്നം മാറിയല്ല. പിന്നെ അതായത് ഒരു ലോറി ഓടി വരുന്നു. ഈ ഡ്രൈവിംഗ് അറിയാൻ പാടാത്ത ഒരാൾക്ക് ഈ ഡ്രൈവർ എങ്ങനെ ഈ ലോറി ഓടിച്ചോണ്ട് വരുന്ന ഒരു ആകാംക്ഷ വരും. ഈ ലോറിയെ കാണുമ്പോ ഒരു ഭയവും വരും. എന്തുകൊണ്ടാന്നറിയാം? എന്തുകൊണ്ടാ? അത് ലോറി ഓടിക്കാൻ അറിയാഞ്ഞിട്ട്. ലോറി ഡ്രൈവർക്ക് ഇതൊരു വളയം മാത്രമാണ്. ആ ലോറി പോലെയാണ് ഇവൻ ഡ്രൈവിംഗ് അറിയാൻ പാടാത്ത ഒരു കാഴ്ചക്കാരനും. അപ്പൊ ഡ്രൈവിംഗ് പഠിപ്പിച്ച പോരെ? എന്റെ വെച്ചിട്ട് ആശ്രമത്തിനോട് നല്ല ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് റേറ്റ് കുറച്ച് ഞാൻ പഠിപ്പിച്ചുതരാം. ആ ലൈസൻസ് അല്ല ഈ ലൈസൻസ്. പിന്നെ ആ ലോറി ഓടിച്ച ഡ്രൈവറെ എങ്ങനെ ലോറിയെ തിരിച്ചറിഞ്ഞോ അതുപോലെ പെണ്ണിനെ ഇവൻ തിരിച്ചറിയണം. എന്റെ പൊന്ന് സ്വാമി, കിടിലം. അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ ഒരു പിതൃപുണ്യം. അതെ, ഇതൊന്നും ശരിയാവൂല. ഏത്? ഞാൻ നല്ല അന്തസ്സുള്ള ഫാമിലി പറഞ്ഞവനാ. അത് മാത്രമല്ല, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ അച്ഛനമ്മേനെ കൊന്നോളയും. എടാ കൊച്ചേ, ഇത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇത് പരിഹരിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതം തന്നെ തകരും. നീ പേടിക്കണ്ടാ, ഇതിനുള്ള സെറ്റപ്പ് എല്ലാം ഞങ്ങൾ ചെയ്തു തരും. നീ കാശ് മാത്രം മുടക്കിയാൽ മതി. ചിന്തിക്കുന്ന ഓരോ നിമിഷവും നിനക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കും. എന്റെ പേര് കോമളൻ. സ്നേഹമുള്ളവരെന്നെ കോമള മാമ എന്ന് വിളിക്കും. അസ്വസ്ഥമായ മനസ്സുകളുടെ ആശ്രയമാണ് ഞാൻ. ഇവിടെ ആർക്കാണ് അസ്വസ്ഥത? പറയൂ. ശിവണ്ണ എന്റെ സുസ് പറയണം പ്ലീസ്. എന്താ ഒരു കുശുകുശുപ്പ്? ഒന്നുമില്ല, ഒരു കൊതുകിന്റെ കൃമിയെ കുറിച്ച് പറഞ്ഞു. ആ കൃമികടി ഞാൻ മാറ്റിത്തരാം. നിങ്ങൾ ആരാന്ന് പറഞ്ഞാ മതി. ആരാ ആ കൃമി? ഇയാളാ? ഇതല്ല, ഈ പച്ചപ്പറ്റിനിട്ട കൃമി. ഓ, ഈ പച്ചക്കൃമി. കുഴപ്പമില്ല, വഴിയുണ്ടാക്കാം. അതിനല്ലേ ഞാനുള്ളത്. കൃമിക്ക് കടിയുണ്ടാക്കാൻ പറ്റിയ മരുന്ന് ഈ ബാഗിന്റെ അകത്തുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ടെന്നേ. ആ ദേ, ഏതാന്ന് വെച്ചാ നിങ്ങൾ സെലക്ട് ചെയ്തു. നോക്ക്, റാണിയുണ്ട്, പത്മിനിയുണ്ട്, കത്രീനയുണ്ട്, കരീനയുണ്ട്, പിന്നെ വത്സമ്മയും. നിങ്ങൾ വലിയൊരു സംഭവം ഉണ്ടോ? സത്യത്തിൽ നിങ്ങൾക്കൊക്കെയാണ് പത്മശ്രീ തരണ്ടേ. നിങ്ങളെ ഞാൻ മാമാന്ന് വിളിക്കുള്ളൂ. മാമ. നോക്ക്, ആ കൊച്ചെങ്ങനെയുണ്ടോ നോക്കിയേ. അത് ചേട്ടാ, ഓ ആരായാലും കുഴപ്പമില്ല. ആ. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ. എന്താ അത്? അത് പിന്നെ ഇവിടെയുള്ള സാധനമൊന്നും വേണ്ട. അപ്പൊ നിങ്ങൾക്ക് സിന്ധുവാണ് ബെസ്റ്റ്. ബോംബെക്കാരിയാ, ഇപ്പൊ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. പേടിക്കണ്ടേ, മലയാളിയാ. അതാവുമ്പോ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാമല്ലോ. പിന്നെ ഒരു പ്രശ്നമുള്ളത്. എന്താ? നല്ല കാശാ. അതൊന്നും കുഴപ്പമില്ല. അതൊന്നും ഒരു പ്രശ്നമില്ല. എങ്കിൽ കുഴപ്പമില്ല, ഞാനൊരു നമ്പർ തരാം. നിങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിക്കുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞാ മതി. അപ്പൊ അവിടുന്ന് ഒരു ചിരി വരും. ഇറങ്ങിയുന്നുണ്ട്. ഹലോ ഹലോ, ചേച്ചി, എന്റെ പേര് ബാലു എന്നാണേ. ഞാൻ മറ്റേ കോമളൻ ചേട്ടൻ പറഞ്ഞിട്ട് വിളിക്കാ. സിന്ധു ചേച്ചി അല്ലേ? മനസ്സിലായി. നിങ്ങൾ എത്ര പേരുണ്ട്? അയ്യോ ചേച്ചി, ഞാൻ എന്റെ വീട്ടിലെ അമ്മയ്ക്ക് ഒറ്റ മോനാ. ഓ അതല്ല, പിന്നെ നിങ്ങൾ അവിടെ എത്ര പേരുണ്ടെന്നാ ചോദിച്ചേ. ചോദിച്ചല്ലേ നമ്മൾ എത്ര പേരുണ്ടെന്ന്? നമ്മള് 4 പേരുണ്ടെന്ന്. ആര്? ഞാൻ, അണ്ണൻ, മനു, ബാലു. ഞാനൊന്ന് പാകിസ്ഥാൻകാരനോ? 5 പേരുണ്ടെന്ന് പറ. നീ പോയി ഫയർ വായിക്കാം. 5 പേർന്ന് വേണ്ട, ചുമ്മാ പ്രശ്നമാവും. അവള് പേടിച്ചിട്ട് വരില്ല. ഇവിടെ 2 പേരുടെ കേസ് പറയും. എന്റെ പൈസ ഞാൻ കൊടുക്കാം. അതെ, ഒരാളൊന്ന് പറഞ്ഞാൽ മതി. ഇവൻ മാത്രം. അത് മതി. ഒരാൾ, ഇവൻ മാത്രം വിളിക്കും. എടാ മനു, നിനക്കൊരു അന്തിക്കൂട്ടിനെങ്കിലും. എന്താ കട്ടായത്? അത് ചേച്ചി, ഇവിടെ റേഞ്ചിന്റെ കുറച്ച് പ്രശ്നമുണ്ട്, അതാ കട്ടായി പോയത്. അപ്പോ നിങ്ങൾ എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ ചേച്ചി, പേടിക്കണ്ട, ഒറ്റ ഒരാളേ ഉള്ളൂ.
ഏക്ക് മിനിറ്റേ ഇപ്പൊ ജാത്താവും അവിടെ ഇരി. ഹലോ, ഹലോ ഞങ്ങളവിടെ വിളിച്ചു കേട്ടോ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ നാളെ ചെന്ന് അവളെ ഒന്ന് കാണു. ആ ശരി കേട്ടോ. എല്ലാം ഭംഗിയായിട്ട് നടക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പോരെ? ആ ശരി ഏട്ടാ. പിന്നെ ദൈവത്തിന് അതല്ലേ പണി. ആ, ഈ ചേച്ചിയെ കിട്ടുവാ? നിന്റെ അമ്മയുടെ നായരെ കിട്ടും. മലയാളിയാണ് ചേട്ടാ. അല്ല, ബംഗാളി കീറെണ്ണ ഉണ്ടല്ലോ, ജീവിപ്പിക്കാൻ സമ്മതിക്കല്ലേ ബംഗാളികള്. എവിടെ ചെന്നാലും ഇവന്മാരാണല്ലോ. ചായ വേണം. ഒരെണ്ണം വിത്തോട്ടെന്ന് പറഞ്ഞേക്കാം, അത് എനിക്കിട്ടാ. സമയം 10 മണി കഴിഞ്ഞു. അവൾ ഇവിടെ തന്നെയാണോ വരാന്ന് പറഞ്ഞത്? ആ അയ്യേ, ഈ വിത്തോട്ടെന്ന് പറഞ്ഞിട്ട് ഒരു തരി മതിലില്ല. ഇവിടെയൊക്കെ മധുരമില്ലാത്തതിനെയാണ് വിത്തോട്ടെന്ന് പറയുന്നത്. അയ്യോ, അതെനിക്കറിയില്ല കേട്ടോ. മറ്റേ കൂറ സാധനം. ഇന്ന് വേറെ ആരുടെ കൂടെയാണല്ലോ. ഇവനൊക്കെ പോയി ചത്തുവിടാ. ഏത് മരപ്പെട്ടിയാണ് അവളെ കെട്ടാൻ പോണത്, അവന്റെ ഒരു വിധി. എന്തിനാ വെറുതെ ആ കുട്ടിയെ പറ്റി അവാദമൊക്കെ പറഞ്ഞുണ്ടാക്കണേ? ഒന്നും അല്ലെങ്കിൽ എല്ലാവരും സ്നേഹിക്കാനുള്ള ഒരു മനസ്സാ കുട്ടിക്ക് ദൈവം കൊടുത്തില്ലേ? ഏടാ, അതൊക്കെ ഒരു ഭാഗ്യളിയാ. എനിക്ക് കിട്ടിയോട് ഞാൻ പൊളിച്ചാന്. ദേളിയാ, ഇതാ അവളല്ലേ, നോക്കിയേ ശിവണ. ഭഗവാനെ, ഇവളെന്താണ് ഇവിടെ? മറ്റവളുടെ കൂടെ എങ്ങനെ നമ്മളെ കണ്ടാണ്ടല്ലോ. എന്നെ കണ്ടാ തോന്നുന്നു. പട്ടാ പകല് പോലും നിന്റെ ഒരു മനുഷ്യൻ മനസ്സിലാവില്ല. പിന്നെ നീ എന്തിനാ പതുങ്ങുന്നത്? മലയാളത്തിൽ പറ. നോക്കിയാ പോയില്ലേ? ഹലോ. അവളുടെ അറിയും. അല്ല, നിങ്ങൾ ആരും ഇപ്പൊ ക്ഷേത്രത്തിൽ കാണാറില്ല. അത് ഇവന്റെ അമ്മൂമ്മ മരിച്ചിട്ട് പെല വന്നായിരുന്നേ, അതാ. ഓ, പെലെന്ന് വന്നേ. ആ പെല അല്ല, ഈ പെല. പെല വന്നിട്ട് ഒരു വാക്കിനോട് പറഞ്ഞില്ലടാ, എന്റെ ടീമിലാണ് അർജന്റീന പറയാറുന്നില്ലടാ. ലോക തോൽവി. അല്ല, എന്താ ഇവിടെ? ഞങ്ങളൊരു ഫ്രണ്ടിനെ കാണാൻ വന്നാ. ഗേൾഫ്രണ്ട് ആണോ? അയ്യോ, പയ്യനാണത്. എനിവേസ്, ഇത്രയും കാലം കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. അതെ. ഞാൻ ഷിബു, പ്രശസ്ത വീഡിയോഗ്രാഫറാണ്. ആഹാ. ഇപ്പൊ അടുത്ത് തന്നെ ഒരു സിനിമയൊക്കെ ചെയ്യാൻ പോകുന്നു. അതല്ല, ഇതെന്റെ അസിസ്റ്റന്റ് ലൈറ്റ് ബോയ് ആണ്, പേര് ബാലു. പിന്നെ ഇതെന്റെ ഏറ്റവും അവസാനത്തെ ലൈറ്റ് ബോയ് ആണ്. വെറും ലൈറ്റ് ബോയ് അല്ല, പിന്നെ പ്രശസ്തനായ ലൈറ്റ് ബോയ്. ഓക്കെ. കാരണം ഇല്ലാത്തപ്പോ വീഡിയോ ഒക്കെ ഞാനും ചെയ്യാറുണ്ട്. ഞാനില്ലാണ്ട് പിന്നെ ഇവൻ വർക്കിന് പോവാറില്ലല്ലോ അല്ലേ? അതെ. ഓ അതാണ്. പിന്നെ ഇവൻ ഞാൻ പറഞ്ഞു, മൈ നെയിം ഈസ് ബിജു ലൂക്കോസ്. ഓക്കെ. ഞാനൊരു പാവം അച്ഛനാണ്. പക്ഷെ എല്ലാവരും കേട്ടിട്ടില്ല കേട്ടോ, അങ്ങനത്തെ ഒരു അച്ഛനാണ്. ഞാനൊരു ലോഡ്ജൊക്കെ നടത്തുന്നു. അതിനകത്ത് ഇവരൊക്കെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. വാടക ഒന്നും കറക്റ്റായിട്ട് തരാറില്ല. ഞാനതൊന്നും ചോദിക്കാറില്ല. പൂർ ബോയ്സ് ആയതുകൊണ്ട് ഞാനത് ചോദിക്കാറില്ല, അവരൊക്കെ തരാറുമില്ല. ബൈ ദ ബൈ, കുട്ടിയുടെ പേര് പറഞ്ഞില്ല കേട്ടോ. ഐ ആം സിന്ധു. സിന്ധു. എടി, എനിക്ക് എന്തെങ്കിലും തന്നിട്ട് പോടി. വണ്ടി കൂലിക്ക് എന്തെങ്കിലും തന്നിട്ട് പോടി. ദേ, കാര്യം കഴിഞ്ഞിട്ട് കാശ് തിരിച്ചു വയ്ക്കുന്ന പരിപാടി എന്റെ അടുത്ത് നടക്കില്ല കേട്ടോ. എല്ലാം പിടിച്ച് വാങ്ങിച്ചിട്ട് എന്നാ പിടി. എന്തൊക്കെയായിരുന്നു? ദേവിയാണ്, ദേവതയാണ്, കെട്ടിയില്ലെങ്കിൽ ചാവും, എന്നിട്ട് രണ്ടും കൂടി തമ്മിലടി. ഒരാള് കൊച്ചിന് പേരിടണം, ഷിബു. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം സത്യമാണ്, അവള് ദേവിയാ, സിന്ധു ദേവി. ശവത്തെ കുത്തലാടാ. വെറുതെ അല്ല പണ്ടുള്ളവര് പറയണത്, അഴകുള്ള ചക്കല് ചൊളയൊന്നും കാണൂലെന്ന്. അവളാ. എടുക്ക് എടുക്ക്. ഹലോ. ആ ശരി. ആ ശരി ശരി ശരി. എന്താണ്? നാളെ വരൂന്ന്. ഞാനതല്ല ചിന്തിക്കുന്നത്. വർഗീസിന്റെ കണ്ണ് വെട്ടിച്ച് അവൾ എങ്ങനെ അകത്ത് കയറ്റുന്നില്ല. അണ്ണാ, എനിക്കൊരു ഐഡിയ. നമുക്കവിടെ ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് ഓടി വിളിച്ചിറക്കിയാലോ? ഒന്ന് ഊതിയ പറക്കുന്ന ലോഡ്ജ, അവിടെ അവൻ ഹെലികോപ്റ്റർ ഇറക്കാൻ പോണത്. അവൻ പറഞ്ഞ ബെസ്റ്റ് പോയിന്റ് ആട്ടോ. ഇല്ലവൻ കേവി പ്രശ്നം. പിന്നെ ഹെലികോപ്റ്റർ ഒന്ന് എങ്ങനെയല്ല ഇളപ്പറയും. എന്നെ ഇതുകൊണ്ട് കുത്തി അങ്ങ് കൊല്ല്. ശിവണ്ണ, ഫുഡ് റിസ്ക് ഞാനായിട്ടിരുന്നേ. പഞ്ചാബി തന്നെ പരിപ്പിളൊക്കെ വന്ന് പഞ്ചാബി. माफ कीजिए साहब, माफ कीजिए, माफ कीजिए साहब.
പൊളിച്ചടിച്ചില്ലേ ദൈവമേ, എന്തൊക്കെ പ്ലാനാർന്ന് രക്ഷപ്പെട്ടോ. കണക്കൊക്കെ പെസി കൊടുക്കും. കർത്താവേ, ഇതാരെ പഞ്ചാബ്? എന്റെ ലോഡ്ജ് പഞ്ചാബിയോ? ഇത് നമ്മുടെ സ്വന്തം സ്ഥലം, ധൈര്യമായിട്ട് കയറിക്കും. ഹലോ, ഇവിടെ 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 എന്താ? ഒരു റൂം വേണം. ആർക്ക്? എന്റെ ഫ്രണ്ട് ബംഗാളിക്കല്ല, പഞ്ചാബിക്ക്. നിന്റെ ഫ്രണ്ടോ? എന്റെ ഫ്രണ്ട്. നീ ഇത്രക്ക് വലിയവനാ? അല്ലെങ്കിൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ. എന്റെ ലോഡ്ജിൽ ആദ്യമായിട്ട് ഒരു പഞ്ചാബി വരുന്നത്. അതാണ്. അല്ല, നിനക്ക് ഇയാളോട്ട് എങ്ങനെ അത് ഞാൻ പണ്ട് പഞ്ചാബി പോയപ്പോഴുള്ള ബന്ധാ. ഈ പഞ്ചാബിനും പിന്നെ പോയിട്ടുണ്ട്. ഇയാൾക്ക് മലയാളം അറിയില്ലേ? അറിയാത്തോണ്ടാണല്ലോ മിണ്ടാണ്ടിരിക്കുന്നത്. ആ, അത് ശരിയാ. ഓ, എന്നാ ബോഡിയാ, ഉരുക്ക് പോലെ ഇരിക്കുന്നു. ഈ പഞ്ചാബിൽ എവിടെയാ സ്ഥലം? എന്ന് ഞാൻ അമ്മാനാടി കളിക്കുക. താടി ലേശം കൂടുതലാണോടാ. മാറിയിക്കണം. ഞാൻ അതിന്റെ മുതലാളി. ഗസ്റ്റുകളോടൊക്കെ ഇങ്ങനെയാണ് പെരുമാറണം. അതും ഒരു പഞ്ചാബിയോട്. സോറി കേട്ടാ. എടാ മോനെ ബാലു, എന്തോ എനിക്ക് ചെറിയൊരു ആഗ്രഹം. പറയണ്ട. ഈ പഞ്ചാബിയുടെ ബോഡിയിൽ ഒന്ന് തൊടാൻ പറ്റുമോ? അത് പറ്റില്ല. പ്ലീസ്, നീ ഒന്ന് ചോദിച്ചു നോക്കൂ. എനിക്ക് ഹിന്ദി അറിയാൻ മേലണ്ടല്ലേ. അത് ഞാൻ ചോദിച്ചേനെ. ആ ചോദിക്കും. ബോഡി ടച്ചോട്ടെ ഹേ. 500 രൂപ കൂടും ഹേ. 500 രൂപ കൂടുമെന്നോ? അങ്ങനെയല്ല, പിന്നെ ആട്ടെ ഹിന്ദി പറഞ്ഞ. ചേട്ടാ, സംസാരിച്ചിരിക്കാൻ സമയമില്ല, നല്ല ക്ഷീണമുണ്ട്. ആ റൂം ഒന്ന്. പിന്നെന്താ, തരാലോ. അതിനാണ് പ്രയാസം. എവിടെ എവിടെ? ആ, പേര് പറ. ആ, പഞ്ചാബിയുടെ പേര് പറ. പഞ്ചാബിയുടെ പേര് പറഞ്ഞു. പേര് പറഞ്ഞോ പറഞ്ഞോ. പഞ്ചാബി എന്തെങ്കിലും പറ. ഇതിന്റെ താമസം മുഹമ്മദ് കുട്ടി. മുഹമ്മദ് കുട്ടി. മുഹമ്മദ് കുട്ടി അല്ല, മമ്മൂട്ടി. കേറി പോടാ കാട്ടുപോന്നി. സോറി സാർ, ഇവരെ ഇല്ലാത്തവനാ. ഒന്ന് ഹിന്ദി പറഞ്ഞോടാ. അത് സാറില്ല ചേട്ടാ. ചേട്ടൻ സാറയില്ലേ പോട്ടെ. ആ, പഞ്ചാബിയുടെ പേര് പറഞ്ഞു. സിന്ധു. സിന്ധു സിന്ധു അല്ല, സിദ്ധു. 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 എന്നെ പറ്റിക്കാൻ നോക്കണ്ട. കളിക്കാരനല്ലേ? ഇയാളും കളിക്കാരനാണ്. എന്ത് കളി? ക്രിക്കറ്റ് കളിക്കാരൻ. സിദ്ധു. എടാ, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ നിനക്കറിയോ? എന്താ? എന്നെങ്കിലും ഒരിക്കൽ സിദ്ധുവിനെ ഒന്ന് നേരിട്ട് കാണണം, എന്നിട്ടൊരു ഓട്ടോഗ്രാഫ് എഴുതി വാങ്ങണം. സിദ്ധു അതാരാ? അതൊരു വലിയ ക്രിക്കറ്റ് കളിക്കാരനാണ്. അതെങ്ങനെ? ക്രിക്കറ്റ് കളി പോലും അറിയാതെ നിനക്ക് സിദ്ധുവിനെ അറിയാനാ? അണ്ണാ, വർഗീസ് അണ്ണാ. എന്തേ? ഏയ്, ഒന്നുമില്ല. പക്ഷേ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അയ്യോ, വിശ്വാസം വരുന്നില്ലേ? ദൈവ സത്യം, ഇവന്റെ അച്ഛനുള്ള സത്യം, ഇത് സിദ്ധു തന്നെ സത്യം. അതല്ല, സിദ്ധു എന്റെ ലോഡ്ജിൽ വന്നെന്ന് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ചേട്ടാ, അപ്പൊ റൂമിന്റെ കാര്യം നീ ഇതാണ് ഇവിടെ എല്ലാ സൗകര്യങ്ങളുള്ള ഏറ്റവും വലിയ മുറി. ഇത് കണ്ട, ഇതാണ് കുളിമുറിയും കക്കൂസും. ചൂടോളം വേണോ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുതരാം. മറ്റേ 2 കുള്ളന്മാരല്ലേ, അവരെ നമ്പർ ഇത് കേട്ടാ. പിന്നെ ഇതാ ആ ജനൽ തുറന്നിട്ടാ നല്ല കാറ്റ് കിട്ടും. അല്ല, ഞാൻ ബാക്കി പറഞ്ഞു കൊടുക്കട്ടെ. അയാടാ, ഇതൊന്ന് ഹിന്ദി പറഞ്ഞു കൊടുത്തേ. അതൊക്കെ പറഞ്ഞോളൂ. നീ എന്തിനു തള്ളണ? ഈ എന്തിനാണ് തള്ളണം? അവിടെ കിടന്ന് ഒച്ചപ്പാട്ടിലാക്കിയ അയാളുടെ പാട്ടിന് പോകും. അയാൾ പോയി കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ എന്റെ നാണക്കേട്. അങ്ങനെയാണല്ലേ? പിന്നല്ലാണ്ട്. എന്നാ നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം.
അത് പിന്നെ അയാളുമായിട്ട് ഒരു സെൽഫി നീ എടുത്തു തരണം. ആ അത്രേ ഉള്ളൂ. അത് ഞാൻ റെഡിയാക്കി തരാം. ചേർന്നിപ്പിച്ചല്ലേ. ആ ശരിയാക്കി തരുമല്ലോ. ശരിയാക്കി തരാം. ഓ രാമ 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 ഡാ, നിനക്ക് നാണമില്ലേ? നീ ഒരു ചെറുപ്പക്കാരനല്ലേ? ആഹാ, നീ ഇത് റെഡിയായില്ലേ? നിങ്ങളിവിടെ ഉണ്ടായിട്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഞങ്ങള് വിളിച്ചാന്നേ, അവന് പേടിയായിരുന്നു. പേടിയാണെങ്കിൽ ഞാൻ കൂടെ പൊക്കോളാട്ടോ. ഞാൻ കട്ടിൽ അവിടെ എവിടെയെങ്കിലും ചുരുളോളാം. അത്രയ്ക്ക് ത്യാഗം നീ ചെയ്യണ്ട. നീ വേറെ റെഡിയാക്കി. ഡാ, എഴുന്നേക്ക്. എടാ റെഡി ആവാൻ ഒന്ന് വേഗം റെഡി ആയിക്കണം. ഡാ, ആദ്യത്തെ പേടിയുള്ളടാ, പിന്നെ അങ്ങ് മാറിക്കോളൂല്ലോ. ചേച്ചി കേറി പോണം. ചേച്ചി അറിവില്ല പൈതലാണ്. സൂക്ഷിച്ച് കണ്ടൊക്കെ ചെയ്തോണം. ശിവണ്ണ, ഓൾ ദ ബെസ്റ്റ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പെണ്ണ് കൂട്ടി കൊടുക്കണത്. വെറുതെ അല്ലല്ലോ, അവനെ നല്ല ഊറ്റി ഊറ്റിട്ടല്ലേ. ടച്ചിങ്സ് റെഡി. എവിടെയാ? ഞാനിപ്പോ അതെല്ലാം ആലോചിക്കണേ. അവിടെ ഇപ്പൊ എന്തായിരിക്കും നടക്കണേ? ശിവണ്ണ, എനിക്കൊരു സമാധാനമില്ല. ഞാനൊന്ന് പോയി നോക്കിയാലാ? വേണ്ട വേണ്ട വേണ്ട, തെറ്റ തെറ്റ വേണ്ട. ആരാ? ഞാനാ. ചേട്ടനാ? എന്നാട്ടാ? പുള്ളി എവിടെ? സിദ്ധു, എന്താ കാര്യം? പുള്ളി ഫ്രീ ആയോ? എന്താ കാര്യം? ഒരു സെൽഫി എടുക്കാൻ വേണ്ടിയാ. പുള്ളി ബിസിയാ. ബിസിയാ. അതെന്തോറ്റി? പുള്ളി പത്മാസനത്തിലാ. അതെവിടെയാണ്? ചേട്ടാ ഈ മറ്റേ ആസനം ഇല്ലേ, മറ്റേ പത്മാസനം. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ഒന്ന് പറഞ്ഞേക്കണം. ഞാൻ പോയിട്ട് പിന്നെ വരാം. പിന്നെ സാധനം തീരുമ്പോ പറയണം. വർഗീസ് എണ്ണെല്ലാം ഉണ്ട്. സെൽഫി ഡേയ്സ് ഞാൻ വേണമെങ്കിൽ പറയട്ടാ. പോയിട്ട് വരട്ടെ. മര്യാദ അടിക്കണം. അപ്പൊ ഇതാണല്ലേ തന്റെ പ്രശ്നം? സാരമില്ല, നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കാം. ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഈ പെണ്ണുങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലട്ടാ. ഓരോ സാഹചര്യങ്ങൾ അവർ ചീത്താക്കണേ. എന്താടാ ഊളെ? ചേട്ടാ എന്നാട്ടാ? സെൽഫി എടുക്കണ കാര്യം ഒരുത്തനവിടെ സെൽഫി എടുത്തോണ്ടിരിക്കുക. അതാരി? അവനു. അതാണല്ലേ അവനിവിടെ കാണാത്തത്. അതെ, പിന്നെ സിദ്ധുവിന്റെ കൂടെയുള്ള ആ സെൽഫിയുടെ കാര്യം. എന്റെ പൊന്നടാ, അത് സിദ്ധു ഒന്നുമല്ല, സിന്ധു. അതൊരു ഭൂലോകം. ഇനി മേലാൽ ഇവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കിണ്ടെങ്കിൽ എന്റെ ഒരുത്തിലേക്ക് നിന്നെ തിരിച്ചിട്ട് ഇവിടെ എടാ വ്യാജ നാറി, നിന്നെ കണ്ടോണ്ടിരിക്കുന്നത് മൂടും പോയി. അടിപൊളി. നല്ല മൂഡിൽ വന്നായിരുന്നു. അന്നേരം അവന്റെ അമ്മയുടെ സിദ്ധു. ഞാനിന്ന് മുള്ളിയിട്ട് വരാട്ടാ കേട്ടാ. അപ്പോ ഇതൊന്നൊരു തെറ്റല്ലേ? ഇത് തെറ്റാണോ ശരിയാണോ എന്ന് അവലോകനം ചെയ്യാൻ ഞാൻ ആളല്ല. പക്ഷേ മനുവിന്റെ ഈ പ്രശ്നം അത് ഇത്തിരി കുഴപ്പം ആണോ? വിഷമിക്കണ്ട, ഇതൊക്കെ മാറ്റിയിട്ട്